രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രം സംബന്ധിച്ച വിവാദം വഴിതിരിച്ചുവിടാൻ ഇടതുമുന്നണി. നിലമ്പൂരിലെ തീവ്ര മുസ്ലിം വോട്ടുകൾ ആകർഷിക്കുകയാണ് ലക്ഷ്യം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പലസ്തീൻ അനുകൂല പ്രചാരണം നടത്തിയതിന് സമാനമാണ് CPM-ന്റെ നീക്കം. വിവരങ്ങളുമായി ശാലിനി ഒപ്പുചേരുന്നു. ശാലിനി, വിവാദം അവസാനിച്ചിട്ടില്ല. അതൊരു വശത്ത് ഇപ്പോഴും നിൽക്കുകയാണ്. മറുവശത്ത് അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള ഗൂഢനീക്കം നടക്കുന്നു CPM-ൽ. ശരിയോ? യെസ്, രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രത്തിൽ വിവാദം വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുകയാണ് ഇടതുമുന്നണി. നിലമ്പൂരിലെ തീവ്ര മുസ്ലിം വോട്ടുകൾ ആകർഷിക്കുകയാണ് ലക്ഷ്യം. അതായത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ന്യൂനപക്ഷ പ്രീണനത്തിന് സർക്കാരും CPM-ഉം ഒക്കെ തയ്യാറാകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ വിവാദത്തിലും ഉണ്ടാകുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പലസ്തീൻ അനുകൂല പ്രചാരണം നടത്തിയതിന് സമാനമായാണിപ്പോൾ CPM-ന്റെ നീക്കം ഉണ്ടാകുന്നത്. ശാലിനി ഒപ്പം ചേരുന്നുണ്ട്. ശാലിനി, എന്താണ് CPM-ന്റെ നീക്കം? ഹലോ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം കൃഷിമന്ത്രി P. പ്രസാദ് തുടക്കമിട്ടത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, രാജ്ഭവനിൽ വെച്ചൊരു സർക്കാർ പരിപാടി നടത്തുക, ആ പരിപാടിയിൽ ഭാരത മാതാവിൻ്റെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്താൻ അല്ലെങ്കിൽ ആ ഫോട്ടോയുടെ മുൻപിൽ തനിക്ക് നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലൊരു പരാമർശം നടത്തുക, പരിപാടി പിന്നീട് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് മാറ്റുക, പിന്നീട് ആ പരിപാടി ഔദ്യോഗികമായി ഗവർണർ തന്നെ ഉദ്ഘാടനം ചെയ്ത് രാജ്ഭവനിൽ നടത്തുകയും ചെയ്തു. ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ആ പരിപാടിയോട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളും മന്ത്രി അടക്കമുള്ളവർ ഇത്തരത്തിലൊരു വിമുഖത കാട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മന്ത്രിയുടെ നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്ന് ഉയർന്നത്. ഗോവ ഗവർണർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഭാരത മാതാവിനെ ഇത്രയധികം നിന്ദിച്ചത് ദൗർഭാഗ്യകരമായി പോയി എന്നുള്ളൊരു പ്രതികരണമാണ് ഗോവ ഗവർണറുടെ ഭാഗത്തുനിന്ന് ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം, തെരഞ്ഞെടുപ്പുകൾക്ക് ദിവസങ്ങൾ മാത്രം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രി ഇത്തരത്തിൽ ഒരു പരാമർശവും അല്ലെങ്കിൽ പ്രതികരണവും നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് ദേശീയത ഉയർത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ദേശീയത ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ദേശീയതയ്ക്കൊപ്പമാണ് എന്നൊക്കെ പല ഘട്ടങ്ങളിൽ പറയുന്ന ഒരു മന്ത്രി തന്നെയാണ്, അല്ലെങ്കിൽ മന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പൊതുകോണുകളിൽ നിന്ന് ഉയരുകയാണ്. പ്രത്യേകിച്ച് ഭാരത ദേശീയതയുടെ പ്രകട മാതൃകാ സങ്കല്പമാണ്, ആ സങ്കല്പത്തോടാണ് ഈ പുഷ്പാർച്ചന നടത്താനും അതൃപ്തി അറിയിക്കാനും ഒക്കെ മന്ത്രി എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നിലമ്പൂരിൽ ഒരു പ്രീണനം നടത്തുക, ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം വെച്ചുകൊണ്ടാണ് CPM ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള വികാരം വരുന്നത്. പ്രത്യേകിച്ച് മുൻപ് നടന്നിട്ടുള്ള പല തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇത്തരത്തിൽ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന CAA ആർട്ടിക്കിൾ 370 അടക്കമുള്ള കാര്യങ്ങൾ റദ്ദാക്കിയ ശേഷം CPM നടത്തിയിട്ടുള്ള ചില പ്രചാരണങ്ങൾ അത്തരത്തിലാണ്. മുസ്ലിം വോട്ടുകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാർ എന്ന രീതിയിലൊക്കെ വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ അന്ന് CPM നടത്തിയതാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ CPM-ന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു പ്രതികരണങ്ങളും നടപടികളും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയം വരും ദിവസങ്ങളിലും വലിയ രീതിയിൽ ചർച്ചയാക്കാനുള്ള നടപടിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്കാണ് ഈ ഘട്ടത്തിൽ LDF കടക്കുകയും ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഭിന്നിപ്പിച്ച് അല്ലെങ്കിൽ എങ്ങനെ പ്രീണനം നടത്തി വോട്ട് ശേഖരിക്കാം എന്നുള്ളൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം തന്നെയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ നടന്നു പോകുന്ന ഒരു പരിപാടി, രാജ്ഭവനിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന പരിപാടി, അതിൽ സംസ്ഥാന സർക്കാരും കൈകോർക്കുന്നു, അത് രാജ്ഭവനിൽ വെച്ച് നടത്തുന്നു, ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു, ഒപ്പം തന്നെ ഭാരതാംബയുടെ അല്ലെങ്കിൽ ഭാരത മാതാവിൻ്റെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തുന്നു, ദീപം തെളിയിക്കുന്നു. ഇതായിരുന്നു ആ പരിപാടി കൊണ്ട് ലക്ഷ്യം വെച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനെ രാഷ്ട്രീയമാക്കി മാറ്റാനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുമാണ് LDF-ഉം CPM-ഉം CPI-യും ഒക്കെ ശ്രമിച്ചത്. അത് മുതലെടുക്കാനും ഒപ്പം തന്നെ അത് വലിയ രീതിയിൽ ചർച്ചയാക്കാനും CPM ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിഷയങ്ങൾ ഇത്രയധികം ചർച്ചയാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിലും CPM-നെതിരെയും ഒപ്പം തന്നെ മന്ത്രി നടത്തിയിട്ടുള്ള പ്രതികരണത്തിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. ആ വിമർശനങ്ങളും ഒപ്പം തന്നെ അത്
മുസ്ലിം വോട്ടുകളെ അടുപ്പിക്കാനുള്ള ഒരു സമയമാക്കി അല്ലെങ്കിൽ അതിനുള്ള ഒരു വേദിയാക്കി മാറ്റുകയാണ് ഈ ഘട്ടത്തിൽ LDFും ചെയ്യുന്നത്. കൃഷ്ണരാജ്. ശരി, രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രത്തിൽ വിവാദം വഴിതിരിച്ചുവിടാൻ ഇടതുമുന്നണി ശ്രമിക്കുകയാണ്. മുസ്ലിം വോട്ടുകൾ ആകർഷിക്കുകയാണ് CPM ലക്ഷ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു S. ശാലിനി.